BLM, Kerala, Tamil Nadu, Pondicherry. PM ശ്രീക്കെതിരെ നിലപാട് കടുപ്പിച്ച് യൂത്ത് ലീഗ് രംഗത്തെത്തി. PM ശ്രീ പദ്ധതിക്കെതിരെ യൂത്ത് ലീഗ് പരിപാടിയിൽ പ്രമേയം അവതരിപ്പിച്ചു. യൂത്ത് ലീഗ് വള്ളിക്കുന്ന് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പരിപാടിയിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഭരണഘടനാ മൂല്യങ്ങൾക്ക് ഘടകവിരുദ്ധമായ ഭരണഘടനാ ബാധ്യത നിറവേറ്റാത്ത ഫെഡറൽ തത്വങ്ങൾ ദുർബലപ്പെടുത്തുന്ന PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കരുതെന്ന് പ്രമേയത്തിലൂടെ യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നതിനെ പ്രതിരോധിക്കുന്നതിനുള്ള മാൻഡേറ്റാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-ന് ജനങ്ങൾ നൽകിയത്. രാജ്യത്ത് മതനിരപേക്ഷതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നേറണം. കേരളത്തിൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളെ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് ഓരോ ജനാധിപത്യ വിശ്വാസികളുടെയും ബാധ്യതയാണെന്നും പ്രമേയത്തിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം PM ശ്രീയിൽ UDF നിലപാട് മാറ്റണമെന്നാവശ്യപ്പെട്ട മന്ത്രിസഭാ ഉപസമിതിക്ക് പരസ്യമായി കത്തയച്ചും യൂത്ത് ലീഗ് പ്രതിഷേധിച്ചതായി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. യൂത്ത് ലീഗ് മലപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മലപ്പുറം കുന്നുമ്മൽ പോസ്റ്റ് ഓഫീസിലെത്തി കത്തയച്ചത്. അതേസമയം സർക്കാർ നിലപാടിനെതിരെ KSU രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവെച്ചെന്നും ഈ സർക്കാരിന് അത് തുടരാതിരിക്കാനാവില്ലെന്നുമാണ് UDF സർക്കാരിന്റെ നിലപാട്. അതിനിടയിൽ PM ശ്രീയിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. PM ശ്രീ നടപ്പിലാക്കില്ലായിരുന്നു UDF-ന്റെ നിലപാടെന്നും UDF പൊതുവിലും കോൺഗ്രസും ലീഗും പ്രത്യേകിച്ചും വലിയ വിവാദമാക്കിയ പദ്ധതിയാണെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. BJP CPM ഡീൽ എന്നായിരുന്നു ആക്ഷേപമെന്നും അധികാരത്തിൽ വന്നാൽ PM ശ്രീ നടപ്പിലാക്കില്ലെന്നും അറബിക്കടലിൽ ഒഴുക്കുമെന്നും പ്രഖ്യാപിച്ചു. സ്ഥിതിയെല്ലാം ഇപ്പോൾ കാണുന്നുണ്ട്. പദ്ധതി നടപ്പാക്കാൻ UDF തീരുമാനിച്ചെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. എതിർപ്പ് മാറ്റിവെച്ച് കേന്ദ്ര നയത്തിന് മുന്നിൽ കീഴടങ്ങാൻ തീരുമാനിച്ചതെങ്ങനെയെന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അതേസമയം മുസ്ലിം ലീഗിന്റെ PM ശ്രീ മുഹബത്ത് നടക്കില്ലെന്ന് മുൻ മന്ത്രി KT ജലീൽ പറഞ്ഞു. 2 പച്ചക്കുപ്പായം മാറി മാറി അണിഞ്ഞ് നല്ല പിള്ള ചമയുന്നത് ഇനിയെങ്കിലും ലീഗ് അവസാനിപ്പിക്കണമെന്ന് ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. പടച്ചവനെ പേടിച്ചെങ്കിലും പടപ്പുകളെയെങ്കിലും പേടിക്കേണ്ടേ എന്നാണ് ജലീലിന്റെ ചോദ്യം. PM ശ്രീ LDF-ന് നിഷേധിക്കാമെങ്കിൽ ടീം UDF-നും നിഷേധം തന്നെയാണ്. അത് ഹലാലാക്കാൻ ലീഗിന്റെ ഇച്ചാച്ചൻ വിചാരിച്ചാൽ നടക്കില്ല. ഭരണം കിട്ടുന്നതുവരെ സമുദായത്തിന്റെ നഷ്ടപ്പെട്ട അവകാശങ്ങളും പറയും. ദീനും മതവും പൊക്കിപ്പിടിക്കും. ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം മറക്കുന്നവരാണ് ലീഗെന്നും അൽഷിമേഷ് ബാധിച്ച പോലെ പിന്നെ അവർക്കൊന്നും ഓർമ്മയുണ്ടാവില്ലെന്നും KT ജലീൽ ആരോപിച്ചു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.